എനിക്ക് നമ്മുടെ CPM-ൻ്റെ പ്രതിനിധിയോടുകൂടി ഒരൊറ്റ ചോദ്യമാണ് എനിക്ക് ആദ്യമായി ചോദിക്കുവാനുള്ളത്. വേറെ ഒന്നുമല്ല, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കാൻ പിണറായി വിജയൻ തയ്യാറാണോ? ആ വിശ്വാസം ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അല്ല ശ്രീ അജിത്ത്, അതാണോ അജിത്ത് നിങ്ങളുടെ ചോദ്യം? കാര്യമെന്ന് പറഞ്ഞാല് ഞാൻ മറുപടി ഞാൻ പറഞ്ഞു. താങ്കൾ പറഞ്ഞപ്പോ ഒറ്റ അക്ഷരവും ഞാൻ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറഞ്ഞോളൂ. അല്ലല്ല, അത് നിങ്ങൾക്ക് പറയാനുള്ള സൗകര്യം ഉണ്ടല്ലോ, അപ്പോൾ പറയുക. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലല്ല, ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയത്ത് നിങ്ങൾ ഉത്തരം പറയുക. അതുപോലെ ഇവിടെ വികസനം നടത്തുവാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു വാദം. ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, 2016 നരേന്ദ്രമോദി സർക്കാർ സ്വദേശി ദർശൻ വഴി 99 കോടി രൂപ, ഏകദേശം 100 കോടി രൂപ അനുവദിക്കപ്പെട്ടു. ഇത്രയും ദിവസം അടയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ 6 മാസം കാലമേ ഉള്ളൂ. ഈ പറയുന്ന അന്ന് ഇവർ ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ പറഞ്ഞത് അവിടെ വനഭൂമി, ദേവസ്വം ഭൂമി, ഇത് രണ്ടും തിട്ടപ്പെടുത്തുവാൻ സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് സ്വദേശി ദർശൻ പദ്ധതി നമുക്കവിടെ നടപ്പിലാക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. പ്രിയമുള്ള സുഹൃത്തെ, ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷം ദേവസ്വം ഭൂമിയും വനഭൂമിയും കൃത്യമായി തിട്ടപ്പെടുത്തി കൊടുത്തു. 2022 നിങ്ങൾ പരിശോധിക്കണം. ഇതിപ്പോൾ 2 വർഷം കഴിഞ്ഞു. 23 അന്ന് ചന്ദ്രൻ റോഡ്, സ്വാമി അയ്യപ്പൻ റോഡ് കഴിഞ്ഞ് ചന്ദ്രൻ റോഡുണ്ടല്ലോ, അവിടെ 32 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടു. ആ ഫണ്ടും ഫ്ലാക്സ് ആക്കി. അത് നടത്തിയില്ല. ഇവിടെ വികസനത്തിന് വേണ്ടി ഈ അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം തരണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ ഇപ്പോൾ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ ശബരിമലയെ വികസനവും അതുപോലെ തന്നെ സംരക്ഷണവും ഒക്കെ ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുവാൻ വേണ്ടി സ്പോൺസർമാരായ 72 പേരെ കണ്ടെത്തിയെന്ന് വാസം തന്നെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് പത്രമാധ്യമങ്ങളിൽ കൂടി പറഞ്ഞു. അത് നടത്തോട്ടെ, അതിലൊന്നും നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, CPM-ൻ്റെ പ്രതിനിധി ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ സുപ്രീം കോടതിയുടെ വിധി വന്ന് അയ്യപ്പനുണ്ട് കേട്ടോ, അൽജി അയ്യപ്പനുണ്ട്. 2018 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് ശബരിമലയിലെ ഈ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നത്. പക്ഷേ ഇവർ ആ ഒരു 8 ദിവസം കൂടെ നീക്കേണ്ടിയിരുന്നു. 8 ദിവസം കൂടെ. 2025 സെപ്റ്റംബർ മാസം 28 ആയിരുന്നു എങ്കിൽ കുറച്ചുകൂടി ഭംഗിയായന്, അയ്യപ്പൻ നിങ്ങളെ കുറച്ചുകൂടി കടാക്ഷിച്ചേനെ. കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പാർട്ടിയുടെ ചില നേതാക്കന്മാർ പലതരത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രക്കുളത്തിൽ മുങ്ങിയിട്ട് സ്ത്രീകൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവരുടെ ശരീരഭംഗി കാണുവാൻ വേണ്ടി അവിടുത്തെ ആണുങ്ങൾ ഉണ്ട് എന്നാണ് നിങ്ങളെ ശ്രീമതി ടീച്ചർ പറഞ്ഞത്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ശ്രീമതി ടീച്ചർ പറഞ്ഞത് നമ്മുടെ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധന ഹർജി ഒരു കാരണവശാലും ഞങ്ങൾ കൊടുക്കില്ല എന്ന് ഈ പുത്തിരിക്കണ്ടത്തിൽ വന്ന് പറഞ്ഞത് സാക്ഷാൽ പിണറായി വിജയനാണ്. എന്നിട്ട് അദ്ദേഹം വേറൊരു വാക്കുകൂടി ആ പ്രസംഗം ഞാൻ വീക്ഷിച്ച ആളാണ്, ഞാൻ കേട്ടു. അതിൽ പറഞ്ഞത് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ, ആ അയ്യപ്പനെ പൂജിക്കുവാൻ അവകാശമുള്ളത് ബ്രഹ്മചാരിയായിട്ടുള്ള ഒരാൾക്കുള്ളൂ. അവിടുത്തെ തന്ത്രിമാരുടെയും മേൽശാന്തിമാരുടെയും ക്രിയകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആക്ഷേപിച്ചു ഈ പുത്തരിക്കണ്ടത്ത് വന്ന് പിണറായി വിജയൻ. അതുപോലെ തന്നെ അയ്യപ്പനെ സ്ത്രീകളെ കണ്ടാൽ അങ്ങ് കാമമുണ്ടാകുമെങ്കിൽ കടുക്ക വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞത് ആരുമല്ല. ആരാ പറഞ്ഞത്? TN സീമയാണ് പറഞ്ഞത് കടുക്ക വെള്ളം അയ്യപ്പന് കൊടുക്കണമെന്ന്. ഇതൊന്നും നിഷേധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നമ്മുടെ ഈ NSS-ൻ്റെ അവരുടെ മാടമ്പിത്തരത്തെക്കുറിച്ച് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, അവരുടെ വഴിക്കൊന്നും പോകാൻ ഞങ്ങൾ തയ്യാറല്ല,
അവരുടെ മാനവിത്തരം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അതിനുള്ള മനസ്സൊന്നും ഞങ്ങൾക്കില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത്. അയ്യപ്പ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇവിടെ ശോഭയാത്രകൾ നടത്തി, നാമജപങ്ങൾ നടത്തിയപ്പോൾ നമ്മുടെ വിശ്വാസികൾ മേലിൽ 2200 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പം അയ്യപ്പൻ്റെ പുറകെ നടക്കുന്നവരാണ്. ഇപ്പം 6 മാസമല്ലേ ഉള്ളൂ, ഇപ്പം നടന്നല്ലേ പറ്റൂ. 2200 കേസുകൾ, 4136 പ്രതികളെ ചേർത്തു. അൽജിക്ക് അറിയാമോ? ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നമ്മൾ ദിവസങ്ങളോളം നിരാഹാരം കിടന്നു. ആ നിരാഹാരം കിടന്ന സമയത്ത് അന്നത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ നിരാഹാര സമരം അവസാനിപ്പിക്കുന്ന സമയത്ത് അവിടെ ഗ്രൈനേഡ് എറിഞ്ഞു നിങ്ങളുടെ പോലീസ്. ആ പോലീസ് ഗ്രൈനേഡ് എറിഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJPയുടെ നമ്മുടെ എല്ലാ സംഘപരിവാറിലെയും ആൾക്കാർ പോലീസിന് നേരെ തിരിഞ്ഞപ്പോൾ 307 കേസെടുത്തു. പ്രതി 4ാം പ്രതിയാണ് ഞാൻ. 4ാം പ്രതിയാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന പ്രതിയാണ്. ഇവിടെ പല കേസുകളും പിൻവലിച്ചല്ലോ. അയ്യപ്പ വിശ്വാസികൾക്കെതിരെ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് പിൻവലിക്കുവാൻ ഇവിടെ CPM തയ്യാറായോ? ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അയ്യപ്പ സ്നേഹമൊക്കെ ഇപ്പോഴുണ്ടാകുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അതൊരു കപടമാണ്, വോട്ട് ബാങ്കാണ് ലക്ഷ്യം. 6 മാസം കൂടിയേ ഉള്ളൂ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. വോട്ട് ലക്ഷ്യം മാത്രമുള്ള കപട നാടകമാണ് CPM കാണിക്കുന്നത്. ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ വോട്ടുകൾ ചോർന്നുപോയി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോടിയേരി ബാലകൃഷ്ണനും ടീമും ഒക്കെ 2019 ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് തെറ്റുപറ്റി എന്ന് വീടാന്തരം കയറി ഇറങ്ങിയില്ലേ? ഇനി ഒരിക്കൽ കൂടി കയറി ഇറങ്ങേണ്ടി വരും. അതിൻ്റെ ഭയമാണ് നിങ്ങൾ ഈ അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്.